ഗുഡ് മോർണിംഗ്. ഏവർക്കും എൻ്റെ 135ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ 135ാമത്തെ വീഡിയോ ആയിരിക്കുന്നത് മലയാളം ടൂൾ ബോക്സ് ടോക്ക് എന്ന പേരിൽ ഞാൻ തുടങ്ങിയിരിക്കുന്ന പരമ്പരയുടെ 5ാം ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്ത്, അതായത് മലയാളം ടൂൾ ബോക്സ് ടോക്കിൻ്റെ 4ാം ഭാഗത്ത് നമ്മൾ ശ്രവിച്ചതിൻ്റെ ബാക്കി നമുക്കിന്ന് ശ്രവിക്കാം. മലയാളമാണെങ്കിലും ഞാൻ തുടങ്ങിയപ്പോൾ ഗുഡ് മോർണിംഗ് എന്നാണ് പറഞ്ഞത്. അത് ഞാനിവിടെ വിവരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞതെന്ന്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമയം പരിമിതമായിരിക്കുന്നതിനാലും പറഞ്ഞത് ആവർത്തിക്കാൻ ആഗ്രഹിക്കാത്തതിനാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഓർത്തിരിക്കുക, ടൂൾ ബോക്സ് ടോക്ക് എപ്രകാരമായിരിക്കണം എന്നത് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഹിന്ദിയിലായിരുന്നു. ഹിന്ദിക്കാരാണ് കൂടുതലും ടൂൾ ബോക്സ് ടോക്ക് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല. കാരണം വിദേശ രാജ്യങ്ങളിലാണ് ടൂൾ ബോക്സ് ടോക്ക് കൂടുതലായും നടക്കുന്നത്. പല കാര്യത്തിലും സുരക്ഷയിൽ നമ്മൾ പിന്നിലാണ്. വേദനയോടെയാണ് പറയുന്നത്. മലയാളത്തിൽ പറയുന്നത് കാരണം മാത്രമാണ് നമ്മൾ മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സുരക്ഷയിൽ പിന്നിലാണെന്ന് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷിലാണ് ഞാൻ സംസാരിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദിയിലായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നതെങ്കിൽ, ഒരിക്കലും നമ്മൾ മറ്റു രാജ്യങ്ങളെക്കാൾ സുരക്ഷയിൽ പിന്നിലാണെന്ന് പറയില്ലായിരുന്നു. ഞാൻ ആ ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു മന്ത്രി എന്തുമാത്രം ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചു വരുന്നത് കെ ശൈലജ എന്ന മന്ത്രിയെക്കുറിച്ചാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അഹങ്കാരത്തോടുകൂടി കേരളത്തിലാകെ 3 മരണമേ സംഭവിച്ചിട്ടുള്ളൂ. 4ാമത്തെ മരണം നടന്നത് ഒരു ഗോവക്കാരൻ കേരളത്തിൽ വന്ന് മരിച്ചത് കൊണ്ടാണ്. ഗോവയിൽ സംവിധാനങ്ങളൊന്നുമില്ല. ഗോവയിൽ ഹോസ്പിറ്റലുകളില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ കുറവാണ്. ഞങ്ങളുടെ കേരള സംസ്ഥാനത്ത് എല്ലാമുണ്ട് എന്ന് ഒരു അഹങ്കാരം പറഞ്ഞത് മലയാള ഭാഷയിലായിരുന്നില്ല, ഹിന്ദിയിലുമായിരുന്നില്ല. ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ ലോകത്തിലെ പ്രഗത്ഭമായ BBC എന്ന TV-യിൽ അഭിമുഖം നടത്തുമ്പോൾ പറഞ്ഞതാണ്. ലജ്ജാവഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാനിവിടെ കൈകാര്യം ചെയ്യുന്നത്. പെട്ടെന്ന് ഞാനൊരു അബദ്ധത്തിലൊരു വാക്യം പറഞ്ഞുപോയി. അത് ഓർമ്മ വന്നപ്പോൾ എനിക്ക് കെ ശൈലജ ഓർമ്മ വന്നു, അത്ര തന്നെ. ഞാൻ എന്താണ് പറഞ്ഞത്? ഗുഡ് മോർണിംഗ് എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സുരക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ തുലോം പിന്നിലാണെന്ന്. അത് ഞാൻ മലയാള ഭാഷയിലാണ് പറഞ്ഞത്. ഹിന്ദി ഭാഷയിലായിരുന്നെങ്കിൽ ഞാൻ അപ്രകാരം സംസാരിക്കില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ അപ്രകാരം സംസാരിക്കില്ല. ഞാൻ മന്ത്രിയല്ല, സാധാരണ ഒരു പൗരൻ മാത്രമാണ്. നിങ്ങളോട് സുരക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് മലയാളത്തിൽ സംസാരിക്കുന്നു. തുടങ്ങാം. സുരക്ഷ നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് ഒരുപാട് സേഫ്റ്റി ഓഫീസർമാരുണ്ട്. കൂടുതലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിലാണ്. ഇന്ത്യ സുരക്ഷയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും പല കമ്പനികളിലും
സുരക്ഷാ ഓഫീസർമാരെ കൂടുതലായി വെച്ചുകൊണ്ടിരിക്കുകയുമാണ്. മറ്റു രാജ്യങ്ങൾ വളരെ മുൻപന്തിയിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലയാളത്തിൽ ഞാൻ ടൂൾ ബോക്സ് ടോക്ക് കൊടുത്ത് പരിചയമില്ല. ഹിന്ദിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ വിദേശ രാജ്യത്തായിരുന്നു. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇന്ത്യക്കാരാണ്. അതായത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്, പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും. പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും അവസാനം ജോലി ചെയ്ത കമ്പനിയിൽ ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഇവരോട് സംസാരിക്കാൻ പറ്റിയ പൊതുഭാഷ ഏതാണ്? ഹിന്ദിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരമ്പര തുടങ്ങുമ്പോൾ, എൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പരമ്പര തുടങ്ങുന്നത് ടൂൾ ബോക്സ് ടോക്ക് എന്ന പേരിലുള്ള ഒരു പരമ്പര ഹിന്ദിയിൽ തുടങ്ങിക്കൊണ്ടതാണ്. അത് എൻ്റെ 3ാമത്തെ സീരീസാണ്. ഫാബ്രിക്കേറ്റഡ് കോൺസ് കഴിഞ്ഞ് ഈസാ നബി കഴിഞ്ഞ് ടൂൾ ബോക്സ് ടോക്ക്, അത് ഹിന്ദിയിലാണ് തുടങ്ങിയത്. പിന്നീട് പല സീരീസുകൾ ഞാൻ ചെയ്തു. അവസാനം 12ാമത്തെയോ 13ാമത്തെയോ സീരീസായിട്ടാണ് ഞാൻ മലയാളം ടൂൾ ബോക്സ് ടോക്ക് തുടങ്ങിയത്. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, മലയാളികൾ കൂടി അതിനെക്കുറിച്ച് അവബോധം അവർക്കുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഞാൻ കേരളത്തിൽ നിന്ന് സംസാരിക്കുന്നതിനാലും ഇത് വിദേശ രാജ്യങ്ങളിൽ അത്രയധികം എത്തിച്ചേരാത്തതിനാലും യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന ലൊക്കേഷനൊക്കെ കേരളവുമായി ബന്ധപ്പെട്ടതായതിനാലും കൂടുതലും മലയാളികളാണ് ഇത് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഹിന്ദിയിൽ കൊടുക്കുന്ന ടൂൾ ബോക്സ് ടോക്കിനേക്കാളും പ്രയോജനം കിട്ടും മലയാളത്തിൽ കൊടുത്താൽ എന്നെനിക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് എൻ്റെ 12ാമത്തെയോ 13ാമത്തെയോ പരമ്പരയായിട്ട് ഞാൻ മലയാളം ടൂൾ ബോക്സ് ടോക്ക് തുടങ്ങിയത്. അതിനുശേഷം തൊട്ടടുത്ത പരമ്പരയായിട്ട് ഞാൻ തുടങ്ങിയത് ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് പരമ്പരയാണ്. ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, നിങ്ങൾ എൻ്റെ ഹിന്ദി സീരീസ് കാണുന്നവരാണെങ്കിൽ മലയാളം കാണേണ്ടതില്ല, മലയാളം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് കാണേണ്ടതില്ല. കാരണം മലയാളത്തിൽ ഞാൻ എന്ത് പറഞ്ഞുവോ അത് തന്നെയാണ് ഞാൻ ഹിന്ദി സീരീസിലും പറയുന്നത്. ഹിന്ദിയിൽ എന്ത് ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഞാൻ ഇംഗ്ലീഷ് സീരീസിലും പറയുന്നത്. സീരീസിൻ്റെ പേരുകൾ മാത്രം ഓർക്കുക. മലയാളത്തിൽ പറയുന്ന സീരീസിൻ്റെ പേര് മലയാളം ടൂൾ ബോക്സ് ടോക്ക് എന്നാണ്. ഇംഗ്ലീഷിൽ പറയുന്ന സീരീസിൻ്റെ പേര് സേഫ്റ്റി ടോക്സ് എന്നാണ്. ഹിന്ദിയിൽ പറയുന്ന സീരീസിൻ്റെ പേര് ടൂൾ ബോക്സ് ടോക്ക് എന്നാണ്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എല്ലാ സേഫ്റ്റി ഓഫീസർമാരുടെ മുഖ്യ ധർമ്മങ്ങളിലൊന്ന് ഇന്ന് അപകടം നടക്കരുത് എന്ന് പഠിപ്പിച്ചു കൊടുക്കലല്ല, പകരം നാളെ എന്നുമല്ല, നിങ്ങളുടെ വാർദ്ധക്യത്തിൽ റിട്ടയർ ചെയ്ത് 60ാം വയസ്സിലോ 60ന് ശേഷമോ നിങ്ങൾ ജോലിയിൽ നിന്ന് വിരമിച്ച് സ്വഭവനങ്ങളിൽ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണം എന്നുള്ള ഒരു വലിയ കടമ കൂടി സേഫ്റ്റി ഓഫീസർമാർക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ധരിക്കൂ അല്ലെങ്കിൽ മാസ്ക് ധരിക്കൂ എന്ന് മാത്രമല്ല പറഞ്ഞു വരുന്നത്. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും മാസ്ക് എന്ന് പറയുന്ന സാധനം അറിയാം. മൂക്കും വായുമൊക്കെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് ധരിക്കുന്ന മാസ്കിനെ കുറിച്ചറിയാം. കാരണം കൊറോണയുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡുമായി യാതൊരു ബന്ധമില്ലാത്തവർക്കും മാസ്ക് എന്താണെന്ന് മനസ്സിലായി. PPE എന്നുള്ളതിൻ്റെ ഫുൾ ഫോം മനസ്സിലായി, PPE എന്താണെന്ന് മനസ്സിലായി. പക്ഷേ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർ സുരക്ഷ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കമ്പനികൾ വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ സൗദി അറേബ്യ എന്ന രാജ്യത്താണ് ആദ്യമായി പോകുന്നത് 1995. അന്ന് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവാനായിരുന്നു. അവിടുത്തെ സേഫ്റ്റി ഓഫീസർമാർ എന്നെ ബോധവാനാക്കിയിരുന്നു. മാസ്കിനെ കുറിച്ചും PPE യെക്കുറിച്ചും ഒക്കെ ബോധവാന്മാരാക്കിയിരുന്നു.
പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കഥ പറയുമ്പോൾ ചിരിക്കണമെന്ന് എനിക്കുണ്ട്. നിങ്ങൾ ചിരിക്കുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ചിരിക്കാനുള്ളതല്ല കഥ, ഗൗരവപൂർവ്വം നോക്കിക്കാണേണ്ടതാണ്. പക്ഷെ ഞാൻ ചിരിച്ചതിൻ്റെ കാരണം സുരക്ഷയുമായി ബന്ധമില്ലാത്തൊരു കാര്യമാണല്ലോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്നോർത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. നിരവധി വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പറക്കും തളിക എന്ന് പറയുന്ന സാധനം മലയാളത്തിൽ. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പറക്കും തളിക എന്ന് പറയുന്നത് അഭ്യൂഹമാണോ സത്യമാണോ എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. എന്താണ് പറക്കും തളിക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിദൂരത്തുള്ള ഗ്രഹങ്ങളിൽ എന്ന് പറയരുത്, അതിലും വിദൂരത്താണ് നമ്മുടെ ഏറ്റവും സമീപത്തുള്ള നക്ഷത്രമായ സൂര്യനുള്ളത്. അപ്പം നക്ഷത്രത്തിൽ നിന്നോ എന്നും പറയരുത്. അനധിവിദൂരതകളിൽ വേറെയും നക്ഷത്രങ്ങളുണ്ട്. ഒരു പക്ഷേ ആ നക്ഷത്രങ്ങളെ ചുറ്റി ഗ്രഹങ്ങളുണ്ടാവാം, ആ ഗ്രഹങ്ങളിൽ ജീവനുണ്ടാവാം, ആ ഗ്രഹങ്ങളിലുള്ളവർ പുരോഗമനം നേടിയവരാവാം. അവർ മറ്റു നക്ഷത്രങ്ങളിൽ, ആ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ മനുഷ്യജീവിതമല്ല ജീവികളുണ്ടെങ്കിൽ അവരെ തേടി വർഷങ്ങൾക്ക് മുമ്പേ പുറപ്പെട്ടിട്ടുണ്ടാവാം. അവർ ഭൂമിയിൽ വന്നതിൻ്റെ തെളിവാണ് പറക്കും തളിക എന്ന് പറയുന്നുണ്ട്. സത്യമായിരിക്കാം, അഭ്യൂഹമായിരിക്കാം. എങ്ങനെയായാലും അതുമായി ബന്ധപ്പെട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഒരിക്കൽ ഒരു പറക്കും തളിക ഭൂമിയിൽ വന്നിറങ്ങി. തൊട്ട് അയൽപക്കത്ത് എല്ലാം പാടങ്ങളാണ്, പാടശേഖരമാണ്, ഗ്രാമമാണ്, കുഗ്രാമമാണ്. അവിടെ ഉണ്ടായിരുന്നവർ വിദ്യാഭ്യാസമുള്ളവരോ ധനാഢ്യരോ ആയിരുന്നില്ല. അവർ പറക്കും തളിക എന്ന് പറയുന്ന ആ വാഹനം കണ്ടിട്ട്, ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന വാഹനം കണ്ടിട്ട് ചുറ്റും കൂടി. അവർ തമ്മിലൊരു സംഭാഷണമുണ്ടായി. പറക്കും തളികയിൽ മറ്റൊരു നക്ഷത്രത്തിനെ ചുറ്റുന്ന ഗ്രഹത്തിൽ നിന്ന് വന്ന, തീർച്ചയായിട്ടും അവരെക്കുറിച്ച് നമ്മൾ പറയണം, വിദ്യാഭ്യാസമുള്ളവർ, പുരോഗതി നേടിയവർ. അല്ലെങ്കിൽ അവർക്ക് വരാൻ പറ്റുമോ? ഇല്ല. അവർ വന്നു. അപ്പോൾ ആ പറക്കും തളികയിലുള്ളവരും ഈ ഗ്രാമവാസികളുമായി സംഭാഷണം, കഥയായിരിക്കാം. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു പോയിന്റ് ഉണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സംഭാഷണം ഇങ്ങനെയാണ്. സംഭാഷണത്തിനിടയ്ക്ക് ഗ്രഹത്തിലുള്ളവർ പറഞ്ഞു, ഞങ്ങൾ നിരവധി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ആദ്യത്തെ പ്രാവശ്യം വന്നിരുന്നു. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വരവാണ്. ഞങ്ങൾ ഒന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ മനുഷ്യർ കല്ലുകൾ കൂട്ടിമുട്ടിച്ച് തീയുണ്ടാക്കുന്നവരായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം മനസ്സിലായിട്ടുണ്ടാവും. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങൾ ഉടുതുണിയില്ലാതെ മൃഗങ്ങളെപ്പോലെ കാട്ടിൽ ജീവിക്കുന്നവരായിരുന്നു. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, ഒന്ന് മനസ്സിലാക്കുക. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നക്ഷത്രങ്ങളെ മറികടന്ന്, നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് MM-ലോ മില്ലിമീറ്ററിലോ സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ അല്ലെന്നറിയാം. കിലോമീറ്ററിലോ മൈലിലോ ഒന്നുമല്ലെന്നറിയാം. പ്രകാശ വർഷം എന്നാണ് പറയുന്നത്, അല്ലേ? ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരത്തെയാണ് ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത് ലക്ഷക്കണക്കിന് കിലോമീറ്ററാണ്. എൻ്റെ കണക്ക് തെറ്റല്ലെങ്കിൽ 33 ലക്ഷം കിലോമീറ്റർ. ഞാൻ തെറ്റാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ എന്നെ തിരുത്തിക്കൊള്ളുക കമൻറ്റിൽ. ഞാൻ അടുത്ത പ്രാവശ്യം യൂട്യൂബ് പ്രഭാഷണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സ്മരിക്കുന്നതുമായിരിക്കും, ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്നതുമായിരിക്കും.
എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് കിലോമീറ്റർ എങ്കിൽ ഒരു മിനിറ്റിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഒരു മണിക്കൂറിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഒരു ദിവസം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഒരു ആഴ്ച പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഒരു മാസം, ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്ര? അങ്ങനെയുള്ള ആയിരക്കണക്കിന് പ്രകാശവർഷം ദൂരയിൽ നിന്ന് വന്നവരാണ് ഈ പറക്കും തളികയിൽ ഈ രണ്ടാമത്തെ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം അവർ വരുമ്പോൾ നമ്മൾ ഇത്ര പുരോഗമനം അശേഷമില്ലാതിരുന്ന ഒരു ജനസമൂഹമായിരുന്നുവെങ്കിൽ, ആ സമൂഹമായിരുന്ന സമയത്ത് അവർ ഇത്രയേറെ പുരോഗതി ഉണ്ടായിരുന്നെങ്കിൽ, ഇത്രയേറെ വിജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവരുടെ വിജ്ഞാനം എന്തായിരിക്കും? അതല്ല വിഷയമെന്നറിയാം. തിരിച്ചു വരാം, സുരക്ഷയിലേക്ക് വരാം. ഞാൻ വിദേശ രാജ്യങ്ങളിലെ പുരോഗമനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക്, ആ കഥയിലേക്ക് കടന്നത്. അതായത് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് മുൻപന്തിയിലാണ് എൻജിനീയറിംഗ് ഫീൽഡിലും സുരക്ഷയിലും കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിലും സ്പോർട്സിലും എല്ലാ രംഗത്തും. നമ്മൾ പണ്ട് ഒരു ഞാഞ്ഞൂൽ തലയുയർത്തി എൻ്റെ ദേശക്കാരൻ, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ ജാതിക്കാരൻ ഒരു മനുഷ്യനെ കടിച്ചപ്പോൾ ഉദ്ദേശിച്ചത് മൂർഖൻ പാമ്പിനെയാണ്. ഞാഞ്ഞൂൽ തലയുയർത്തിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ ജാതിക്കാരൻ ഒരു മനുഷ്യനെ ഒന്ന് പതുക്കെ കടിച്ചപ്പോൾ മനുഷ്യരുടെ വെപ്രാളം കണ്ടില്ലേ? ഒരാൾ ടാക്സി വിളിക്കാൻ പോകുന്നു, ഒരാൾ ഡോക്ടറെ വിളിക്കാൻ പോകുന്നു, ഒരാൾ മുറിവ് കെട്ടാൻ പോകുന്നു, ഒരാൾ കരയുന്നു, ഒരാൾ മരണവെപ്രാളം കാണിക്കുന്നു. ഇത് പറയുന്നത് ആരാ? ഒരു ഞാഞ്ഞൂൽ തലയുയർത്തിക്കൊണ്ട് പറയുകയാണ്. ആരെ മുന്നിൽ നിർത്തിക്കൊണ്ടാ പറയുന്നത്? മൂർഖൻ പാമ്പിന്. സുരക്ഷയിലേക്ക് വീണ്ടും കടന്നു വരാം. അപ്പോൾ ഓർമ്മിക്കുക, പല രാജ്യങ്ങളും വളരെ മുൻപന്തിയിലായിരിക്കുന്നു സുരക്ഷയിൽ. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ വെച്ച് മാത്രമേ എനിക്ക് ടൂൾ ബോക്സ് ടോക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അവിടെ വെച്ച് ചെയ്യേണ്ടി വന്നപ്പോൾ ഇന്ത്യൻ സമൂഹത്തിനോടും പാകിസ്ഥാനിലുള്ളവരോടും ബംഗ്ലാദേശിലുള്ളവരോടും ഹിന്ദി സംസാരിക്കുന്നവരോട് സംസാരിക്കേണ്ടി വന്നതിനാൽ എനിക്ക് ഹിന്ദിയിൽ സംസാരിച്ചാണ് പരിചയം. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ 3 സീരീസുകളിലെ ഒരു സീരീസായി രൂപപ്പെട്ടത് ടൂൾ ബോക്സ് ടോക്കാണ്. അത് ഹിന്ദിയിലായിരുന്നു. പിന്നീട് ഞാൻ ഈ കുറച്ച് നാളുകളായിട്ടുള്ളൂ മലയാളം ടൂൾ ബോക്സ് ടോക്ക് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 4 എപ്പിസോഡുകൾ മാത്രമേ പൂർണ്ണമായിട്ടുള്ളൂ. ഇത് 5ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഓർമ്മിക്കുക, സേഫ്റ്റി ഓഫീസർമാരുടെ ധർമ്മം ഇന്ന് നിങ്ങൾ അപകടമില്ലാതെ ജോലി ചെയ്ത് വീട്ടിലേക്ക് പോകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമുകളിലേക്ക് പോവുക എന്നതല്ല. പകരം നിങ്ങൾ റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊത്ത് വിശ്രമിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു രോഗം വരരുത്, നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണം. അതിനാണ് നിങ്ങൾ മാസ്ക് ധരിക്കണം എന്ന് 1995 മുതൽ ഞാൻ കേൾക്കുന്നത്, സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ. അതിനു മുമ്പേ അവർ സുരക്ഷ മുൻപന്തിയിൽ വെച്ചുകൊണ്ട് സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള ഫോർമുല മുന്നിൽ വെച്ചുകൊണ്ട്, മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് ജോലി തുടങ്ങിയിട്ടുള്ളവരാണ്. നമ്മൾ മാസ്കിനെ കുറിച്ച് അറിഞ്ഞത് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. കാരണം കൊറോണ വന്നത് കാരണം. നമ്മൾ അറിയണമെങ്കിൽ കൊറോണ വരണം. ഓക്കെ, അപ്പോൾ മാസ്ക് ധരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. എന്താണ് കാരണം? നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഗ്രൈൻഡിങ്ങിൻ്റെ സ്പാറ്ററിങ്ങോ പൊടിയോ നിങ്ങളുടെ മൂക്കിലൂടെ ഉള്ളിൽ പോവരുത്. നിങ്ങൾ ഗ്യാസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്യാസോ പൊടിപടലങ്ങളോ ഒന്നും നിങ്ങളുടെ വായിലൂടെ ഉള്ളിൽ പോവരുത്. ഒന്നും നിങ്ങൾ ചീത്തയായ ഒരു വസ്തുവും നിങ്ങൾ ശ്വസിക്കരുത്. വായിലൂടെയോ മൂക്കിലൂടെയോ ശ്വസിക്കരുത്. ചെവിയിലൂടെയോ ഏത് ഭാഗത്തു കൂടെയൊക്കെ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ആ ഭാഗത്തിന് നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പോൾ ഈ മാസ്ക് എന്ന് പറയുന്നത് എന്താണ്? അതിനെ
PPE എന്നാണോ പറയുന്നത്? മെയിൻ PPE എന്നല്ല അതിനെ പറയുന്നത്. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്ന് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പറയുന്നത് 5 വസ്തുക്കളെയാണ്. പല കമ്പനികൾ അത് 4 വസ്തുക്കളെയാണ് പറയുന്നത്. ഞാൻ ജോലി ചെയ്ത ഒരു കമ്പനിയിൽ 5നെയും പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു കമ്പനിയിൽ 4നെയും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ 5ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം? അത് ഓരോ കമ്പനിയുടെയും ജോലിയുടെ പ്രകൃതി അനുസരിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നേച്ചറിനനുസരിച്ചിരിക്കുന്നു. മെക്കാനിക്കൽ ഫീൽഡിലുള്ള എഞ്ചിനീയറിംഗിൻ്റെ സേഫ്റ്റി അല്ല സിവിൽ ഫീൽഡിലുള്ളവർക്ക്, സിവിൽ ഫീൽഡിലുള്ളവരുടെ എഞ്ചിനീയറിംഗിൻ്റെ സേഫ്റ്റി അല്ല ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ളവർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും PPE വ്യത്യസ്തമായിരിക്കും. ഇവിടെ തന്നെ നമുക്ക് ഓർക്കാം, മെഡിക്കൽ ഫീൽഡിലുള്ള PPE അല്ല എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർ ധരിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള മുഖ്യമായ 4 PPE എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ ധരിക്കുന്ന സേഫ്റ്റി ഹെൽമെറ്റ്, തൊട്ട് താഴെ ധരിക്കുന്ന ഗോഗൽസ്. ഞാൻ ധരിച്ചിരിക്കുന്ന വസ്തു ഗോഗൽസ് അല്ല, ഇത് സാധാരണ ഒരു കണ്ണടയാണ്. ഇത് ലെൻസ് ഉള്ള കണ്ണടയാണ്. എനിക്ക് കാഴ്ചക്കുറവുള്ളത് കൊണ്ട് ധരിച്ചിരിക്കുകയാണ്. ഞാനപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? PPE ഞാൻ ധരിക്കുമ്പോൾ ഗോഗൽസ് ധരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാഴ്ച കിട്ടില്ലെന്നാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് ധരിക്കണം? എൻ്റെ ഈ കണ്ണട ഞാൻ ആദ്യം ധരിക്കണം. ഇതിൽ ലെൻസ് ഉണ്ട്. അവർ തരുന്ന കമ്പനി സപ്ലൈ ചെയ്യുന്ന ഗോഗൽസിൽ ലെൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഞാൻ ആ ഗോഗൽസ് വെക്കണം. അതെങ്ങനെ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും. അതിനൊരു പ്രത്യേക പേരുണ്ട്, ഓവർ ഗ്ലാസ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഗ്ലാസിൻ്റെ പുറത്ത് മുഴുവനായി കവർ ചെയ്തിരിക്കും. അപ്പോൾ ഈ ഗ്ലാസ് ഇറ്റ് വിൽ ബി പ്രൊട്ടക്റ്റഡ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ എൻ്റെ കണ്ണുകൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ സേഫ്റ്റി ഗോഗൽസും ആവും. സേഫ്റ്റി ഗോഗൽസിന് ഇവിടെയൊക്കെ കവറിങ് ഉണ്ട് അല്ലേ? ഇവിടെയും കവറിങ് ഉണ്ട്, ഇവിടെയും കവറിങ് ഉണ്ട്. അതിൻ്റെ അർത്ഥം കണ്ണിലേക്ക് ഒരു തരത്തിലുള്ള പൊടിപടലങ്ങളോ സ്പാറ്ററിങ്ങുകളോ, വെൽഡിങ് പോലുള്ള വസ്തുക്കളുടെ സ്പാറ്ററിങ്, ഗ്യാസ് കട്ടിങ് പോലുള്ള വസ്തുക്കളുടെ സ്പാറ്ററിങ്, അല്ലെങ്കിൽ കാറ്റ്, മണലാരണ്യമാണ് ഗൾഫ്, കാറ്റ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്, പൊടിപടലങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒന്നും നമ്മുടെ കണ്ണുകളെ നശിപ്പിക്കരുത്. അപ്പോൾ സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ പല ധർമ്മങ്ങളിലൊന്ന് നിങ്ങൾ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം മാസ്കിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോഴാണ്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് PPE എന്താണെന്ന് പറഞ്ഞതും മാസ്ക് മെയിൻ PPE അല്ല എന്നും പറഞ്ഞത്. മെയിൻ PPE 4 എണ്ണമാണ്. സേഫ്റ്റി ഹെൽമെറ്റ്, സേഫ്റ്റി ഗോഗൽസ്, അത് കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ ധരിക്കുന്ന കവറോൾ. 3ആയി ഏറ്റവും താഴെ നമ്മൾ ധരിച്ചിരിക്കുന്ന ഷൂ, സേഫ്റ്റി ഷൂവാണ്, അല്ലാതെ ഫാഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഷൂ അല്ല. അതിന് പ്രത്യേകമായി ഇരുമ്പിനാൽ നിർമ്മിതമായ ടോയുണ്ട്, മെറ്റൽ ടോയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാല് പ്രൊട്ടക്റ്റഡാണ്. നമ്മുടെ ശരീരം മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ധരിച്ചിരിക്കുന്ന കവറോളുണ്ട്. കവറോൾ സാധാരണ വസ്ത്രം പോലത്തെ ഒരു വസ്ത്രമല്ല, കട്ടി കൂടിയതാണ്. കവറോളുകളിൽ തന്നെ പലതായി തിരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം ഒരു സേഫ്റ്റി മലയാളം ടൂൾ ബോക്സ് ടോക്കിൻ്റെ ഒരു എപ്പിസോഡ് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ആ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് പറയാം. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് തീ വീണാൽ പോലും തീ കത്തുപിടിക്കാത്ത ഫയർ ബ്ലാങ്കറ്റിന് സമാനമായ കവറോളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, 4 മെയിൻ PPE എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഉപയോഗിക്കുന്ന 4ആണ്. സേഫ്റ്റി ഹെൽമെറ്റ്, സേഫ്റ്റി ഗോഗൽസ്, കവറോൾ, സേഫ്റ്റി ഷൂ. അപ്പോൾ ഈ മാസ്ക് എന്ന് പറയുന്നത് എന്താണ്? മാസ്ക് എന്ന് പറയുന്നത് അഡീഷണൽ PPE ആയിട്ടാണ് പകർത്തിയിരിക്കുന്നത്. അങ്ങനെ കുറേ അഡീഷണൽ PPEകളുണ്ട്. ഈ അഡീഷണൽ PPE നമ്മൾ നിശ്ചിത സമയങ്ങളിൽ മാത്രം ധരിച്ചാൽ മതിയാവും. ഇപ്പോൾ ഗ്രൈൻഡിങ്ങിൻ്റെ പൊടി വരുന്ന സ്ഥലത്ത് മാത്രം ധരിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെ സ്പാറ്ററിങ് വീഴുന്ന സ്ഥലത്ത് മാത്രം ധരിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ അതുപോലുള്ള സന്ദർഭങ്ങളിൽ, പുകപടലങ്ങളുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെ. അപ്പോൾ PPE എപ്പോഴും ധരിക്കണം, മെയിൻ PPE എപ്പോഴും ധരിക്കണം. അതിന് മണ്ടേറ്ററി PPE എന്ന് കൂടി പറയുന്നു. രണ്ടാമത്തെ അഡീഷണൽ PPE, അതിൽപ്പെടുന്നതാണ് മാസ്ക്. മറ്റൊന്ന് ഇയർ പ്ലഗ്. ഇയർ പ്ലഗിനെ കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കും. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾ സന്തുഷ്ടരായി കുടുംബാംഗങ്ങളോടൊത്ത് ചെലവഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് അന്നും കേൾവി ശക്തി ഉണ്ടാകണം. കേൾവി ശക്തി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇയർ പ്ലഗ് ധരിച്ചിരിക്കണം. എന്തിനാണ് ഇയർ പ്ലഗ് ധരിക്കുന്നത്?
എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഉപയോഗിക്കുന്ന പല മെഷീനുകളും വളരെ സ്വരത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അത് ഗ്രൈൻഡർ ആയാലും ഹാമറിങ് ആയാലും അതുപോലുള്ള എന്താവട്ടെ പലതും തന്നെ ഒരു നിശ്ചിത ഡെസിബൽ, നമ്മുടെ ചെവിക്കുള്ളിലുള്ള ഇയർ ഡ്രമ്മിനെ നശിപ്പിക്കാൻ പര്യാപ്തമാകുന്ന ഡെസിബലിന് മുകളിലുള്ള ഡെസിബലിലാണ് പല ഇതും വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ ശബ്ദം കേട്ടാൽ നമ്മളുടെ ഇയർ ഡ്രം അപ്പോൾ പൊട്ടിപ്പോകില്ല. നമ്മൾ ചെവി കേൾക്കാത്തവരായി മാറില്ല, ബധിരരായി മാറില്ല. അതാണ് രണ്ട് തരം അപകടമുണ്ടെന്ന് പറയുന്നത്. ഒരു അപകടം, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം അപ്പോൾ തന്നെ അറിയാൻ പറ്റും. നിങ്ങളുടെ ശരീരത്തിൽ ഒരു വെൽഡിംഗ് സ്പാറ്റർ വീണാൽ നിങ്ങളുടെ ശരീരം പൊള്ളും. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം നിങ്ങൾ അപ്പോൾ തന്നെ അറിഞ്ഞു. എന്താണ്? കൈപൊള്ളി. നിങ്ങൾ എന്തെങ്കിലും മുറിക്കുമ്പോൾ നിങ്ങളുടെ കൈ മുറിഞ്ഞു എന്ന് കരുതുക, അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞു. ബ്ലഡ് വന്നു, ചോര വന്നു. നിങ്ങൾ വർക്കിംഗ് അറ്റ് ഹൈറ്റ്, മുകളിൽ ജോലി ചെയ്യുമ്പോൾ സേഫ്റ്റി അനുസരിക്കാതെ, നിങ്ങൾ വ്യക്തമായ സേഫ്റ്റി ഹാർനസ് ഇല്ലാതെ ജോലി ചെയ്തു എന്ന് കരുതുക, നിങ്ങൾ താഴെ വീണു എന്ന് കരുതുക. ഒരു പക്ഷേ, അല്ലെങ്കിൽ ഞാൻ വീണു എന്ന് കരുതുക. പലർക്കും വിഷമം ഉണ്ടാവും നിങ്ങളെന്ന് പറയുമ്പോൾ. ഞാൻ വീണു, എൻ്റെ കാലൊടിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്ന് തന്നെ കരുതുക. അതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ കിട്ടി. പക്ഷേ ഇയർ പ്ലഗ് വെക്കാത്തത് കൊണ്ടുള്ള റിസൾട്ട്, അല്ലെങ്കിൽ മാസ്ക് വെക്കാത്തത് കൊണ്ടുള്ള റിസൾട്ട് ആ നിമിഷം കിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞാണ് കിട്ടുന്നത്. അതാണ് പറഞ്ഞത്, വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊത്ത് സന്തോഷിക്കാം. വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് എന്തിനാണ്? പൈസ, പണം നേടാനായിട്ട്. പണം നേടുന്നത് എന്തിനാണ്? നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട്. നല്ല രീതിയിൽ ആസ്വദിച്ചില്ലെങ്കിൽ പണം, ഞാൻ ഇതിനു മുമ്പുള്ളൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, പണം കടലാസാണ്, കറൻസിയാണ്, കടലാസാണ്. അത് രൂപയായാലും ദിർഹമായാലും ഡോളറായാലും കടലാസാണ്. കടലാസ് എന്നും കടലാസ് തന്നെ. അത് ആസ്വദിക്കണമെങ്കിൽ, നല്ല രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ ഭക്ഷണമായി ആസ്വദിക്കണം. അല്ലെങ്കിൽ അത് ആസ്വദിക്കണമെന്നെങ്കിൽ നല്ലൊരു പാർപ്പിടമായി ആസ്വദിക്കണം. അല്ലെങ്കിൽ അത് ആസ്വദിക്കണമെങ്കിൽ ഒരു വസ്ത്രമായോ ഒരു വാഹനമായോ എപ്രകാരമെങ്കിലും ആസ്വദിക്കുക. അല്ലെങ്കിൽ ദൂരെ മറ്റ് സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോയി ആസ്വദിക്കുന്നതാവും, എന്തുമാവാം. പക്ഷെ പണം, എൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പോക്കറ്റിലിട്ടിട്ടോ എൻ്റെ പേഴ്സിലിട്ടിട്ടോ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടിട്ടോ, ഞാൻ കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ ഒരു തൃശ്ശൂരുള്ള ഒരു വ്യക്തിയുടെ കഥ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ആ വ്യക്തിക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായി. പണം കുമിഞ്ഞുകൂടിയിരുന്നു അല്ലേ. നഗരമധ്യത്തിൽ 1 ഏക്കർ സ്ഥലമാണ് അയാൾക്കുണ്ടായിരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ. പക്ഷേ അയാളും അയാളുടെ ഭാര്യയും മക്കളും ദാരിദ്ര്യത്തിൽ ജീവിച്ചു. 1 സെൻറ്റ് വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് എത്ര രൂപ കിട്ടുമായിരുന്നുവെന്നും, അയാളുടെ മരണശേഷം ബുദ്ധിമതിയായ ഭാര്യയും ബുദ്ധിമാന്മാരായ 4 ആൺമക്കളോ എത്രയോ ആൺമക്കളുണ്ട്, ഞാൻ മറന്നുപോയി, മക്കളും എന്ത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. മരണത്തിന് ശേഷം ചില അടിയന്തരങ്ങളുണ്ട് അല്ലേ. 7 അടിയന്തരം, 16 അടിയന്തരം, 30 അടിയന്തരം, 41 അടിയന്തരം, അങ്ങനെയൊക്കെ കുറേ അടിയന്തരങ്ങളുണ്ട്. അതിൽ 41 അടിയന്തരമോ മറ്റോ കഴിഞ്ഞു കിട്ടാൻ ഈ ഭാര്യയും മക്കളും കഴിഞ്ഞു. അതിനുശേഷം അവരെന്താ ചെയ്തത്? 2 സെൻറ്റോ 3 സെൻറ്റോ മറ്റോ വിറ്റു അല്ലേ. നല്ലൊരു ലക്ഷം കിട്ടി. അത് വെച്ച് അവരെന്താണ് ചെയ്തതെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലോ മറ്റു സീരീസിലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർമ്മിക്കുന്നില്ല, കാരണം ഞാൻ 15 സീരീസിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് സീരീസിലാണ് ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മാസം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സേഫ്റ്റി ഓഫീസർമാരുടെ ധർമ്മം ഇന്നത്തെ അപകടം ഒഴിവാക്കുക മാത്രമല്ല, നാളെ എന്ന് പറഞ്ഞാൽ അനധിവിദൂരതയിലുള്ള നാളെ പോലും നമ്മൾ സുരക്ഷിതരായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളെ കൊണ്ട് മാസ്ക് ധരിപ്പിക്കുന്നത്. അല്ലാതെ കൊറോണ വന്നത് കൊണ്ടല്ല. കൊറോണ ഇപ്പോൾ വന്നു, അതുകൊണ്ട് കേരളത്തിലുള്ള കുറച്ച് പേർക്ക് മാസ്ക് എന്താണെന്ന് മനസ്സിലായി, മാസ്ക് ഇട്ട് നടക്കാൻ തുടങ്ങി. ഒരിക്കൽ
നാളെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ മാസ്കിനെ കുറിച്ചും ഒരു ക്ലാസ് എടുക്കാം. വ്യത്യസ്ത തരം മാസ്കുകളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കാം. ഇയർ പ്ലഗിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കാം. എനിക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മറ്റ് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് സുരക്ഷയുടെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് ഭവനങ്ങളിലിരുന്ന് കാണുന്ന വീഡിയോ ആണെന്ന് കരുതിയല്ല ഞാനിത് ചെയ്യുന്നത്. ഇത് യഥാർത്ഥ ടൂൾ ബോക്സ് ടോക്ക് ഞാൻ സുപ്രഭാതത്തിൽ കൊടുക്കുകയാണെന്ന് കരുതി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഇന്നും ടൂൾ ബോക്സ് ടോക്കിൽ പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇന്ന് പറഞ്ഞത് തന്നെയാണ് നാളെയും പറയുന്നത്. കാരണം ഇന്നലെ പറഞ്ഞതെന്ന് വ്യത്യസ്തമല്ല ഇന്നത്തെ ജോലി. ലഘു വ്യത്യാസമുണ്ടാകും. അതനുസരിച്ച് ടൂൾ ബോക്സ് സ്റ്റോക്കിനും ലഘു വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഇന്ന് ചെയ്ത ജോലിയിൽ നിന്ന് അജഗജാന്തര വ്യത്യാസമില്ല നാളത്തെ ജോലിക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് കൊടുക്കുന്ന ടൂൾ ബോക്സ് സ്റ്റോക്കിന്, ഇന്ന് ചെയ്യുന്ന ടൂൾ ബോക്സ് സ്റ്റോക്കിലെ പ്രഭാഷണം നാളെയും അത് തന്നെയാണ്. പിന്നെ എന്തിനാണ് രണ്ടാമതും പറയുന്നത്? ബോറടിക്കാതെ എന്തുകൊണ്ടാണ് കേൾക്കേണ്ടത്? അങ്ങനെ നിരവധി ടൂൾ ബോക്സ് സ്റ്റോക്ക് കേട്ട് ബോറടിച്ച ഒരു വ്യക്തിക്ക് സംഭവിച്ച അപകടം ഞാൻ എൻ്റെ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ആയിരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ ഞാൻ പറഞ്ഞത് എന്താണ്? നിരവധി വർഷങ്ങൾ ഒരു വാഹനത്തിൽ അനുഭവ സമ്പത്തുള്ള ഓപ്പറേറ്റർ, അതായത് വാഹനത്തിൽ ലോഡ് കൊണ്ടുപോകുന്ന വാഹനമുണ്ടല്ലോ, പുറകിൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിലൂടെ പൊക്കാനും താത്താനും പറ്റും, അതിൻ്റെ ഡോറും ഓപ്പണാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനം. ആ ഒരു വാഹനത്തിൽ, ആ വാഹനവുമായി ബന്ധപ്പെട്ട ജോലിയിൽ നിരവധി വർഷങ്ങൾ ജോലി ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തി ആ ഒരു വണ്ടിയിൽ മാത്രം 15 വർഷം, അയാൾക്ക് എക്സ്പീരിയൻസ് 15 വർഷമല്ല, 15 വർഷത്തിൽ കൂടുതലുണ്ട്. ആ ഒരു വണ്ടിയിൽ മാത്രം അദ്ദേഹത്തിന് 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ വ്യക്തിയും ഒരു ദിവസത്തെ ടൂൾ ബോക്സ് സ്റ്റോക്ക് ശ്രവിച്ചതിന് ശേഷം ജോലി തുടങ്ങിയ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് എന്താണ് പറ്റിയതെന്ന് ഞാൻ പറഞ്ഞു. ബോറടിയോടുകൂടി ടൂൾ ബോക്സ് സ്റ്റോക്ക് കേട്ടുകൊണ്ടിരുന്നു. കേൾക്കുന്നത് ഒരു ചെവിയിലൂടെ കേൾക്കുന്നത് മറ്റൊരു ചെവിയിലൂടെ കടത്തിവിട്ടി. അയാൾ രാവിലെ വന്നത് 2 കാലിൽ നടന്ന് സന്തോഷപൂർവ്വമാണ് വന്നത്. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ സമ്പാദിക്കാനായി ഇതാ വരുന്നു എന്നുള്ള സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടിയാണ് വന്നത്. തിരിച്ചു പോയത് സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടു കൂടിയാണോ? തിരിച്ചു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തിരിച്ച് എടുത്തുകൊണ്ടുപോയി എന്നല്ലേ പറയാൻ പറ്റൂ? തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, ഞാൻ കണ്ട കാഴ്ചയാണ്. തിരിച്ച് പോയില്ല, തിരിച്ച് അയാളെ എടുത്തുകൊണ്ടുപോകുകയാണ് ചെയ്തത്. തിരിച്ച് അയാളെ പൊക്കിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഒരു ശവശരീരത്തെ പൊക്കിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. 15 വർഷം അയാൾക്ക് വയറ്റിപ്പിഴപ്പിന് മാർഗമായിരുന്ന അയാളുടെ വയറിനെ തീറ്റിപ്പോറ്റിയ, അയാളുടെ കുടുംബത്തിലെ എത്ര അംഗങ്ങളുണ്ട് അത്രയും വയറുകളെ തീറ്റിപ്പോറ്റിയ ആ വണ്ടി അയാളെ ചതിച്ചു എന്ന് പറയരുത്. വണ്ടികൾക്ക് ചതിക്കാൻ കഴിവില്ല. കാരണം അചേതനമായ ഒരു വസ്തുവിനും നമ്മളെ ചതിക്കാൻ കഴിവില്ല. കാരണം അവയ്ക്ക് ബുദ്ധിയില്ല. അത് തന്നെ. പിന്നെ ചതിക്കാൻ കഴിവുള്ളത് ആർക്കാ? മൃഗങ്ങൾക്കും ചതിക്കാനുള്ള കഴിവില്ല, തുലവും കുറവാണ്. ചതിക്കാനുള്ള കഴിവ് ആർക്കാ കൂടുതൽ? ഇത്തിരി ബുദ്ധി കിട്ടിയപ്പോൾ ആ ബുദ്ധിയുടെ അഹങ്കാരത്തിൻ്റെ പുറത്ത് ചതി എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ കടന്നുകൂടി. നമ്മൾ മലയാളികൾ 1 മാസമേ ആയിട്ടുള്ളൂ ഓണം ആഘോഷിച്ചിട്ട്. ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു നാമമാണ് ചതി എന്നുള്ളൊരു പേര്. അതായത് അക്കാലത്ത് മാവേലിയുടെ നാട്ടിൽ ചതി ഉണ്ടായിരുന്നില്ല എന്ന്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ അന്നൊരു ഡിക്ഷണറി മലയാള നാട്ടിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആ ഡിക്ഷണറിയിൽ ചതി എന്നൊരു വാക്കുണ്ടാവില്ല. കാരണം ആർക്കും അറിയില്ല ചതി എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്ക് ഡിക്ഷണറി അല്ല വിഷയം, ചതി അല്ല വിഷയം. നമ്മുടെ വിഷയം ഈ
അചേതനമായ വസ്തുക്കൾ നമ്മളെ ചതിക്കുകയില്ല. പിന്നെ ആരാണ് ചതിക്കുന്നത്? നമ്മൾ നമ്മളെ ചതിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ചതിക്കുന്നു. കാരണം നമ്മളുടെ അശ്രദ്ധ അല്ലെങ്കിൽ നമ്മളുടെ കുബുദ്ധി. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇത്രയും വർഷം അനുഭവ സമ്പത്തുള്ള വ്യക്തി, ആ ഒരു വണ്ടിയിൽ മാത്രം 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി, ലോഡ് ഹൈഡ്രോളിക് സിസ്റ്റത്തിലൂടെ പൊക്കി, ലോഡ് ഇറക്കി. ഇനി എന്താണ്? ഡോർ അടയണം അല്ലേ? ഏതോ ഒരു ഭാഗത്ത്, ഞാൻ ആ സ്പോട്ടിൽ ആ സമയത്തുണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത്, ഏതോ ഒരു ചെറിയ സാങ്കേതിക തടസ്സം കൊണ്ട് ഡോറ് അടയാൻ ഇത്തിരി ബുദ്ധിമുട്ടായി. അതായത് ഹൈഡ്രോളിക് സിസ്റ്റം താഴോട്ട് വന്നെങ്കിലും ഡോർ അടയാതെ വന്നപ്പോൾ എവിടെയോ സ്റ്റക്കായി ഉടക്കിക്കിടക്കുകയാണെന്ന് എന്ന് കരുതി ആ ഉടക്ക് മാറ്റാൻ വേണ്ടി അയാൾ മുഖ്യമായ വണ്ടിയുടെ ബോഡിക്കും വാതിലിനുമിടയ്ക്ക് കയറി വാതിലിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ ശ്രമിച്ചു. എന്തു പറ്റി? ആ സമയത്ത് പൊങ്ങി നിന്ന ഇരുമ്പിൻ്റെ വാതിൽ, ഞാൻ ബാക്കി പറയുന്നില്ല. ഒരു വണ്ടിയുടെ ബോഡിക്കും മുഖ്യമായ ശരീരത്തിനും ഇരുമ്പിൻ്റെ വാതിലിനുമിടയിൽ ഒരു മനുഷ്യജീവൻ ശ്വാസം കഴിക്കാനാവാതെ അവിടെ മരിച്ചു കിടന്നു. പലർ വന്ന് ശ്രമിച്ചതിൻ്റെ ഫലമാണ് ആ ഇരുമ്പ് വാതിൽ പൊക്കാൻ സാധിച്ചത്. അറിയില്ല എനിക്ക്, ഇരുമ്പ് വാതിൽ പൊക്കി അദ്ദേഹത്തെ പുറത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് പറയാനുണ്ടായ കാര്യം, ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ വീണ്ടും പറയാൻ പോകുന്നു എന്ന് പറഞ്ഞതാണ്. അതിൻ്റെ കാരണമായി ഞാൻ പറഞ്ഞത്, ഇത് ടോൾ ബോക്സ് സ്റ്റോക്കാണ് എന്നുള്ള ഓർമ്മയോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഓരോ ജോബ് ചെയ്യുമ്പോഴും ആസ്ക് ടു യുവർ സെൽഫ് ആൻഡ് ഗിവ് ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. ആസ്ക് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക, നിങ്ങൾ തന്നെ ഉത്തരം പറയുക. എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത്? ഞാൻ എന്ത് ചെയ്യുകയാവുന്നു ഇപ്പോൾ? ഉത്തരം നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ നിങ്ങളൊരു ഉത്തരം പറയും, ഞാൻ സ്പാനർ കൊണ്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ? ആദ്യം നിങ്ങൾ പോസിറ്റീവായിട്ട് ഉത്തരം പറയുക, എനിക്ക് അപകടം പറ്റുമെന്ന്. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ അത് ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ട് ഉത്തരം പറയുക, എനിക്ക് അപകടം പറ്റില്ല എന്ന്. എപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എനിക്ക് അപകടം പറ്റില്ല? അതുവരെ നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നീട്